പക്ഷെ PM ശ്രീ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ അത് സംഘപരിവാർ വൽക്കരിക്കുകയാണ് എന്നുള്ളതാണല്ലോ ആക്ഷേപം. അങ്ങനെയെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇത് CPM-ന് അല്ലെങ്കിൽ LDF-ന് ഇത് ബാധിക്കില്ലേ? CPM രണ്ട് പ്രശ്നങ്ങളാണ് കേരള സമൂഹത്തിന് മുന്നിൽ നേരിടുന്നത്. ഒന്ന്, CPM ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു, മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് എന്ന് വളരെ അഭിപ്രായം ശക്തമായിട്ട് വന്നപ്പോഴാണ് അവർ അതിനെതിരെയുള്ള നിലപാടെടുക്കുകയും ന്യൂനപക്ഷങ്ങൾക്ക് അങ്ങനെ പ്രീണനം നൽകുന്ന ഒരു പാർട്ടിയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല വിഷയങ്ങളിലും അവർ കയറി എന്ത് ചെയ്തു, എതിരായിട്ടുള്ള നിലപാടെടുത്തു. അങ്ങനെ അവർ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറി. പൂർണ്ണമായിട്ട് ന്യൂനപക്ഷങ്ങൾ CPM-ൽ നിന്ന് അകന്നു പോകുന്നത് CPM-ന് ഗുണകരമായ കാര്യമില്ല. അത് CPM അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ CPM-ൻ്റെ അടിത്തറ വോട്ടായ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് ഈഴ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അവർക്ക് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്ന ഒരു ലേബൽ ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ശക്തമായിട്ടുള്ള കുറേ ഇടപെടലിൻ്റെ ഫലമായിട്ട് അവരിപ്പോൾ പൊളിച്ചു കളഞ്ഞു. അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, പോലീസ് വകുപ്പ്, അതിൽ RSS പിടിമുറുക്കി എന്നാണ് ന്യൂനപക്ഷങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അടക്കമുള്ളതായിട്ടുള്ള ആളുകളുടെ ആരോപണം അതാണ്. ഇതാണ് രണ്ടാമത്തെ ആരോപണം നേരിടുന്നത്. അതായത് ഒരു വശത്ത് മുസ്ലിം പ്രീണനത്തിൻ്റെ പാർട്ടിയാണ് എന്ന് പറയുന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ഒരാവശ്യം. രണ്ടാമത്തത്, ഇത് RSS-ന് കീഴടങ്ങി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു പാർട്ടിയാണ് എന്നുള്ള ഫീലിംഗ് വരുമ്പോൾ അതിനും എതിർക്കാൻ കഴിയണം. എന്നുവെച്ചാൽ പോലീസ് സേനയിൽ RSS എന്നുള്ള ആ മുദ്രാവാക്യത്തെ അതിനെയും എങ്ങനെയാണ് തകർക്കേണ്ടതെന്നുള്ളത് CPM-ൻ്റെ മറ്റൊരു വിഷയമാണ്. ഇതിൽ പക്ഷേ ഒരു പരിധിവരെ വിജയിച്ച് നിൽക്കുന്ന സമയത്താണ് അവർ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത്. കാരണം PM ശ്രീ പദ്ധതിയുടെ ഒരു പ്രശ്നം, അതിന് 3 വിഷയങ്ങളാണ് പ്രധാനമായിട്ട് അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നത്. അതിനെ എതിർക്കുന്ന സമയത്ത് കാതലായിട്ട് പറയുന്ന 3 കാര്യങ്ങളാണുള്ളത്. കാരണം PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് NEP-യുടെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വരുന്ന ഒരു പൈലറ്റ് പ്രൊജക്റ്റാണ്. NEP എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതിൻ്റെ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്ന നിലക്കാണ് PM ശ്രീ പദ്ധതി വരുന്നത്. ഇന്ത്യയിലെ ഏതാണ്ട് 1500ഓളം സ്കൂളുകളെ ഹൈടെക് സ്കൂളുകളാക്കി മാറ്റി തീർക്കുകയും നമ്മുടെ നവോദയ സ്കൂളുകളുടെ രൂപത്തിലേക്ക് കുറേ സ്കൂളുകളെയും കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ സ്കൂളുകൾക്ക് പക്ഷേ അതിൻ്റെ അകത്തൊരു കണ്ടീഷൻ വെക്കുന്നതെന്ന് വെച്ചാൽ ആ സ്കൂളിന് ഫണ്ട് കേന്ദ്രം കൊടുക്കും. കേന്ദ്രം മാത്രമല്ല കൊടുക്കുന്ന, കേരളവും അതിനകത്ത് എടുക്കണം. കാരണം 40:60 60% ഫണ്ടെന്ന് പറഞ്ഞാൽ കേന്ദ്രം നൽകും, 40% ഫണ്ടെന്ന് പറഞ്ഞാൽ കേരളം എടുക്കണം. പക്ഷേ ഇതിൻ്റെ ഒരു മുഖപ്പ് എന്ന് പറയുന്നത് ഇത് കേന്ദ്ര പദ്ധതിയാണ്, പ്രൈം മിനിസ്റ്റർ പദ്ധതിയാണ് എന്നുള്ളതാണ്, പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ്. എന്നിട്ട് പ്രധാനമന്ത്രിയുടെ പടം അതിൻ്റെ മുമ്പിൽ ഒട്ടിച്ചു വെക്കാം. അതാണ് ഇതിനെ പ്രധാനമായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി രാഷ്ട്രീയത്തിൽ തന്നെ സൂക്ഷ്മ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആളുകൾ എതിർക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 3 Cകൾ, അത് ഇതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വിഴുങ്ങാൻ പാടില്ല എന്നവർ പറയുന്നത്. ആ 3 Cകൾ എന്ന് പറഞ്ഞാൽ, 1 കമ്മ്യൂണലൈസേഷൻ, വർഗീയവൽക്കരണം, 2 കൊമേഴ്സ്യലൈസേഷൻ, 3 സെൻട്രലൈസേഷൻ. ഇതാണ് 3 Cകൾ പറയുന്നതിനകത്ത് വരുന്ന ഈ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് വരും. ഈ 3 പ്രശ്നങ്ങളും, അതായത് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃതമായി മാറുക, വിദ്യാഭ്യാസത്തിന് ഒരു വികേന്ദ്രീകൃത സ്വഭാവം കുറേ കാലങ്ങളായിട്ട് ഇന്ത്യക്കകത്തുണ്ട്. കാരണം അത് കൺകറൻ ലിസ്റ്റിലാണ് കിടക്കുന്നത്. നമ്മളുടെ ഒരു അർദ്ധ ഫെഡറൽ സംവിധാനത്തിനകത്ത് 3 ലിസ്റ്റുകൾ പ്രവർത്തിക്കുന്ന ആരും അറിയാല. ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ മുഴുവൻ അധികാരവും സ്റ്റേറ്റിനാണ്. സെൻട്രൽ ലിസ്റ്റിൻ്റെ മുഴുവൻ അധികാരവും സെൻറ്ററിനാണ്. കൺകറൻ ലിസ്റ്റിൽ 2 പേർക്കും ഏതാണ്ട് ഒരേപോലെ അധികാരമുള്ള വിദ്യാഭ്യാസം അങ്ങനെ നടക്കുന്ന സാധനം. അപ്പം അതിനൊരു വികേന്ദ്രീകൃത സ്വഭാവം നിലവിലുണ്ടായിരുന്നു. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുമ്പോൾ ഈ വികേന്ദ്രീകൃത സ്വഭാവം പൂർണ്ണമായും നഷ്ടപ്പെട്ട് അത് കേന്ദ്രീകൃത സ്വഭാവമായി മാറിത്തരും. അതിനാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതിനെ എതിർക്കുന്നുണ്ട്. സൂക്ഷ്മാർത്ഥത്തിലാണ്. വെറുതെ ഉള്ളതിൽ ആകെ എതിർപ്പെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പടം വെക്കലും മറ്റൊക്കെയാണ് പെട്ടെന്ന് ആളുകൾ എതിർക്കുന്നതിന് കാരണം, രാഷ്ട്രീയ എതിർപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതല്ല വിഷയം. ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന വിഷയത്തിലേക്കാണ് വരേണ്ടത്. അപ്പോൾ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നതിനെ അംഗീകരിക്കുന്നില്ല.
രണ്ടാമത് നമ്മൾ പറഞ്ഞ കൊമേഴ്സ്യലൈസേഷൻ, വിദ്യാഭ്യാസം സമ്പൂർണ്ണമായിട്ട് വാണിജ്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെയും സൂക്ഷ്മാർത്ഥത്തിൽ നല്ലൊരു വിഭാഗം ആളുകൾക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മെയിൻ പോളിസി എന്ന് പറഞ്ഞാൽ അതൊരു മാൻ മേക്കിംഗ് പ്രോസസ്സാണ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ മനുഷ്യ നിർമ്മാണ പ്രക്രിയ. നമ്മൾ കുട്ടികളെ കൊണ്ട് സ്കൂളിലും അതേപോലെ കോളേജിലൊക്കെ വിടുന്ന സമയത്ത് സ്കൂളിൽ അംഗൻവാടി മുതൽ നമ്മൾ കുട്ടികളെ കൊണ്ട് അവിടെ ആക്കുന്നുണ്ട്. ജോലിക്ക് പോകുന്ന അച്ഛനമ്മമാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നവരെ സഞ്ചി തൂക്കി അവിടെ കൊണ്ടാക്കുന്ന കാലത്ത് എന്നിട്ട് അവിടെ അവർക്ക് സമയം അവിടെ ചിലവഴിക്കണം. അതിനോടൊപ്പം തന്നെ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ് അവിടെയുണ്ട്, സാമൂഹ്യവൽക്കരണ പ്രക്രിയ എന്ന് പറയുന്നത്. അത് അംഗൻവാടി മുതലിങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ അവർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തമായ രീതിയിലുള്ള മൂല്യബോധം സ്വാംശീകരിക്കുന്നവരായി മാറിത്തീരും എന്നും അങ്ങനെ നല്ല മനുഷ്യൻ്റെ ഒരു നിർമ്മാണം ഇതിനിടയിൽ നടക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം. അതാണ് അതിനെയാണ് ഈ കൊമേഴ്സ്യലൈസേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, അതിന് സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയും. കാരണം ഇവനെ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥിയെ ഉണ്ടാക്കിയെടുക്കുന്നത് നിലവിലുള്ള സംവിധാനത്തിൻ്റെ ജോലികൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ സ്റ്റെം ബേസ്ഡ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ അമേരിക്കൻ വിദ്യാഭ്യാസത്തിൽ വളരെ കൂടുതലായിട്ട് അവർ സംസാരിക്കുന്നത്. സ്റ്റെം ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയും. ആ സ്റ്റെം ബേസ്ഡ് വിദ്യാഭ്യാസത്തിനകത്ത് മാത്തമാറ്റിക്സിനും അതുപോലെ സയൻസിനുമൊക്കെ വലിയ പ്രാമുഖ്യമാണ്. ഈ മാത്തമാറ്റിക്സും സയൻസിനും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തവർ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് പുതിയ സാങ്കേതിക വിദ്യക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന മാനേജറിയൽ കപ്പാസിറ്റി ഉള്ളതും ടെക്നിക്കൽ കപ്പാസിറ്റി ഉള്ളതായിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ വേണം എന്നുള്ളതാണ്. അതിന് വേണ്ടത്ര ഇപ്പം നിലനിൽക്കുന്ന പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് സാധ്യമല്ല എന്ന കൺസെപ്റ്റാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണത് കൂടുതൽ അവർ കൊമേഴ്സ്യലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പം നമ്മളുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ കൊമേഴ്സ്യലൈസേഷൻ വേണ്ടെന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ദിസ് എ കൊമേഴ്സ്യൽ വേൾഡ്. ഒപ്പം മാനവികമായ മൂല്യങ്ങളെ കൂടി ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്ക് കുട്ടികൾ വളർന്നു വരാൻ സഹായകരമായ ഒരു സിലബസ് ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എതിർപ്പ് അവിടെ. മൂന്നാമത്തെ കമ്മ്യൂണിറ്റൈസേഷൻ, അതും കുറച്ചുകൂടി ലീക്ക് ഔട്ട് ചെയ്ത് ചർച്ചയിൽ വരുന്നത് വർഗീയവൽക്കരണം, കാവ്യവൽക്കരണം എന്നൊക്കെ പറയുന്നത് ആയി. കാരണം BJPയുടെ RSSൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുക. ആ അജണ്ടകൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചരിത്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ചരിത്രത്തിൻ്റെ പല ഭാഗങ്ങളും വെട്ടിമാറ്റുക, പുതിയ ചരിത്രം മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് സംഘപരിവാർ സംഘങ്ങൾക്ക് താല്പര്യമുള്ളതായിട്ടുള്ള വിഷയങ്ങളെ കൊണ്ടുവരിക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ തന്നെ പറഞ്ഞത് അതൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ സവർക്കറെക്കുറിച്ച് പഠിക്കും, അല്ലേ, സവർക്കറെക്കുറിച്ച് പഠിപ്പിക്കും, ഹെഗ്ഡേവാറിനെ കുറിച്ച് പഠിപ്പിക്കും. ഞാൻ പറയുന്നത് എല്ലാ ആളുകളെയും കുറിച്ച് പഠിപ്പിക്കും, എല്ലാവരെയും കുറിച്ച് പഠിപ്പിക്കട്ടെ, അതിലൊന്നും കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഒരു വിഭാഗത്തിനെക്കുറിച്ച് മാത്രമേ പഠിപ്പിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത് കുഴപ്പമായി തീരുമെന്ന് മാത്രമേ. ചരിത്രത്തിൽ ഉള്ള എല്ലാ വ്യക്തികളെയും അവരുടെ പെർസ്പെക്റ്റീവ്സ് അനുസരിച്ചിട്ട് പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ ഒരു അപകടമില്ല. കാരണം അവരൊക്കെ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്ന മനുഷ്യരാണ്, അവരെക്കുറിച്ചൊക്കെ പഠിപ്പിക്കേണ്ടതാണ്. പക്ഷേ അവരെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവരുടെ ആ ക്യാരക്ടറിസ്റ്റിക്സും മറ്റ് സ്വഭാവ സവിശേഷതകളും ഒക്കെ മാത്രമേ പഠിപ്പിക്കേണ്ടത്. അത് ഇപ്പം നെഹ്റുവിനെ കുറിച്ച് പഠിപ്പിക്കുക, ഗാന്ധിയെക്കുറിച്ച് പഠിപ്പിക്കുക, അതുപോലെ ബാക്കിയല്ല ചരിത്രത്തിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ആളുകൾ അവരെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും അങ്ങനെ സാധാരണ സിലബസിൽ അങ്ങനെ കടന്നു വരാറുണ്ട്. കാരണം ദി ഗ്രേറ്റ് വേ ടു ഗ്രേറ്റ്നെസ് എന്നൊക്കെയാണ് പഴയ കാലത്ത് നമ്മളെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ടെസ്റ്റുകളുടെ പേര് തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ദ ഗേറ്റ് വേ ടു ഗ്രേറ്റ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗ്രേറ്റായ വലിയതായ മനുഷ്യരെക്കുറിച്ച് കുട്ടികൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? നിങ്ങൾ ഇതേപോലെയുള്ള ആളുകളായിട്ട് മാറിത്തീരും, അതിൻ്റെ മാതൃകകളാണ് ശരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 3 Cകൾ, അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എതിർപ്പ് എന്ന് പറയുന്നത്. അത് ഒഴിവാക്കപ്പെട്ടാൽ ഈ പദ്ധതിക്കൊന്നും പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പം ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതിൽ ഉള്ള തെറ്റും ശരികളെ വിലയിരുത്തി തെറ്റുകളൊക്കെ കുറച്ച് കൂടുതൽ ശരികളാക്കിയത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതാണ് നല്ലത്. ഇവിടെ അതിനുള്ള സംവിധാനങ്ങൾ പോകുന്നതിന് പകരം അത് കൂടുതലായി രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ഇതിൽ തന്നെ കൂടുതൽ രാഷ്ട്രീയം വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അതെ, ഇതിപ്പോ അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ മാഷ് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഒരു RSSന് മുമ്പിൽ തലകുമ്പിട്ടു എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ഒരു വോട്ട് ബാങ്ക് ഭീഷണി കൂടിയായി മാറുന്നില്ലേ CPM-ന്? അപ്പൊ മലബാറിൽ നിന്നൊക്കെ ആണെങ്കിലും ഈ വിഷയങ്ങൾ മുഴുവൻ അങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്. അതെ, കാരണം വെച്ചാൽ PM ശ്രീ പദ്ധതിയിൽ CPM ഒപ്പിട്ടതോടുകൂടി CPM എന്ത് ചെയ്തു? RSSന് കീഴടങ്ങി, അല്ലെങ്കിൽ മോദിക്ക് കീഴടങ്ങി, അമിത്ഷാക്ക് കീഴടങ്ങി.
അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഇത് ഒളിച്ചു പോയിട്ട് ഒപ്പിട്ടപ്പോൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ്റെ സ്വകാര്യമായിട്ടുള്ള ചില ഇടപാടുകളുടെയും കൂടി ഫലമായിട്ടാണെന്നുള്ള വിഷയങ്ങളൊക്കെ വന്ന് അങ്ങനെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ CPM പ്രതിരോധത്തിലാകുന്നത്. അപ്പോഴാണ് CPIക്കാർ എന്ത് ചെയ്യുന്നത്, അതിന് ശക്തമായിട്ട് എതിർക്കുന്നത്. ഇപ്പോൾ CPM കൂടി ശക്തമായിട്ട് എതിർക്കുന്ന സമയത്ത് ഈ പദ്ധതിയുമായിട്ട് സമ്പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് വന്നാൽ അത് എന്ത് സംഭവിക്കും, വോട്ട് ബാങ്കിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, മലബാറിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇതൊരു ഫ്രീസിങ്ങിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മരവിപ്പിച്ച് വെക്കുമെന്ന് പറയുന്നത്. പക്ഷെ ആ ഫ്രീസിങ്ങിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. കാരണം അങ്ങനെ ഇങ്ങനെ ഫ്രീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെ ഈ ധാരണാപത്രത്തിലുണ്ട്. മാത്രമല്ല, ഇനി അത് ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് സർക്കാരുകളും കൂടെ ചേർന്ന് ആലോചിച്ച് ഇത് ചെയ്യണം. പക്ഷെ കേന്ദ്രം അതിന് മുതിരില്ലല്ലോ. ഫ്രീസ് ചെയ്യില്ലെന്നുള്ളത് പിന്നീട് ആലോചിക്കും. തൽക്കാലം ഇപ്പം അങ്ങനെ കത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ CPIയുടെ പ്രശ്നം തീർന്നില്ലേ അല്ലേ? അല്ലെങ്കിൽ CPI എന്ത് ചെയ്യും, CPMന് കീഴടങ്ങി എന്ന് പറഞ്ഞിട്ട് CPIയുടെ മുഖം നഷ്ടമാവും. അപ്പോൾ CPIയുടെ മുഖം നഷ്ടപ്പെടാൻ പാടില്ല, CPMന് ഇത്തിരി മുഖം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നൊക്കെ കരുതി ഉണ്ടാക്കിയ ഒരു തീർപ്പാണത്. അങ്ങനെയാണ് ഇത് മരവിപ്പിക്കാനായിട്ട്, താൽക്കാലികമായിട്ട് മരവിപ്പിക്കാമെന്ന് പറഞ്ഞ കടലാസോട് അത് മരവിപ്പിക്കലൊന്നും ഉണ്ടാവണമെന്നില്ല. ഇതിൻ്റെ ചർച്ചകളൊക്കെ നടന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്ന പ്രക്രിയയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇത് നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഒപ്പിട്ട സമയത്ത് എന്ത് ചെയ്തു, കിട്ടി. ആ ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഫണ്ടല്ല, PM ശ്രീ പദ്ധതിയുടെ ഫണ്ടല്ല, അത് SSIയുടെ ഫണ്ടാണ്. SSIയുടെ ഫണ്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഒരു ടെക്നോ ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അനുസരിച്ചിട്ട് ഈ PM ശ്രീയിൽ ഒപ്പിട്ടാൽ മാത്രമേ ആ ഫണ്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് പോയി ഒപ്പിട്ട് ആ ഫണ്ട് വാങ്ങിച്ചു. പക്ഷേ ഇനി അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒപ്പിട്ടതനുസരിച്ച് പരിപാടി നടപ്പിലാക്കണം. അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NEP പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്നത്. അതങ്ങനെ വരും. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാലതാമസങ്ങളൊക്കെയാണ് ഈ മരവിപ്പ് എന്ന് പറയുന്നതിലൂടെ ഉണ്ടാകും. അതിൽ കൂടുതലൊന്നും പ്രത്യേകിച്ച് അതിനകത്ത് സംഭവിക്കാൻ പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.